ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം WMO കോളേജ്, വയനാട്ടിൽ നടന്നൊരു കോളേജിലെ യുവജനോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി ഏഷ്യാനെറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടി പറഞ്ഞത് കുറച്ച് വിവാദമായിട്ടുണ്ടായിരുന്നു വോട്ടിങ്ങിനെ പറ്റി. അപ്പം അത് അവരുടെ ഭാഗത്തു നിന്നും കൂടെ നമ്മൾ ചിന്തിച്ച് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ആ കുട്ടി എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് വരാം. ഓക്കെ, നമുക്കൊന്ന് കേട്ട് നോക്കാം ഫസ്റ്റ്. സന്തോഷം മാത്രം, അഭിമാനമാണ്. ഓക്കെ, ഇവിടേക്ക് എന്താ നിങ്ങളൊക്കെ പോവോ? വോട്ട് ചെയ്യാൻ പോവോ? ഇനി രണ്ടാമതൊരു വോട്ടിങ്ങിന് പോവോ? ഒന്നുമില്ല, വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. എന്ത് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത? എന്താ? രാഷ്ട്രീയത്തോട് താല്പര്യമില്ലായിട്ട്. രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്തോണ്ടാണോ വോട്ട് ചെയ്യാത്ത? വോട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവോ? ഓ, കുഴപ്പമില്ല, വോട്ട് ചെയ്തില്ലെങ്കിൽ. വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. ഈ സിസ്റ്റത്തോട് താല്പര്യക്കുറവുണ്ടോ? വോട്ടിനോട് പുച്ഛമാണോ? അത് നിങ്ങൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയെടുക്കണ്ടേ? കാരണം നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ട് വേണ്ടി ഒരു മാറ്റം കൊണ്ടുവരാൻ താല്പര്യമില്ല. അതന്നെ. ആരോടാണ് താല്പര്യം? ഒരു മാറ്റം. ശരി, ഒറ്റ ചോദ്യം, ഈ വോട്ട് ചെയ്യാതിരുന്ന എന്തെങ്കിലും മാറ്റം വരുമോ? വന്നാലോ? എങ്ങനെ മാറ്റം വരുന്നേ? ചിലപ്പോ വന്നാലോ? വോട്ട് ചെയ്താൽ ചിലപ്പോ മാറ്റം വന്നാലോ? ഇത്രയും കാലം ചെയ്തിട്ട് എന്തേ വന്നോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രതികരണം അറിയിക്കാൻ, നമ്മുടെ ഒരു അഭിപ്രായം അറിയിക്കാൻ 5 വർഷം കൂടുമ്പോൾ ഒരു വോട്ടല്ലേ ഉള്ളൂ. 5 വർഷം കൂടുമ്പോ വോട്ട് ചെയ്ത് പോലി കയറി, എന്നിട്ട് നമുക്കൊരു ഇതുമില്ല, ഉപകാരമില്ല. പിന്നെ നമ്മള് വോട്ട് എന്തിനാ വെറുതെ ഒഴിവാക്കണേ? ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്താ ചെയ്തൂടെ? ഏതെങ്കിലും ഒരു പാർട്ടിയോട്. അപ്പം ഇതാണ് സംഭവം. ഇത് ആക്ച്വലി എന്താണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വീണ്ടും ജയിച്ചല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയും കൂടെ ജയിച്ചേക്കുന്നത് കൊണ്ട് രണ്ടാമത് വീണ്ടും ഒരു വോട്ടെടുപ്പ് വയനാട്ടിൽ വരും. അപ്പോൾ അതിന് വോട്ട് ചെയ്യാൻ പോകുമോ എന്നതാണ് നമ്മൾ ആ കുട്ടിയോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ആ കുട്ടി പറഞ്ഞ മറുപടിയാണ് നമ്മൾ കേട്ടത്. വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ലെന്ന്. ശരിക്കും വോട്ട് ചെയ്തിട്ട് എന്താണ് കാര്യമുള്ളത്? ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ വോട്ടിങ്ങിനെ പറ്റിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഫുൾ എഴുതിയിരിക്കുന്നത്, വോട്ട് ചെയ്തുകൊണ്ടുള്ള ഉപകാരങ്ങളെ പറ്റിയിട്ടൊക്കെ. പക്ഷേ സത്യത്തിൽ ഈ വോട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ ഓക്കെ, സോ നമ്മൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ വോട്ട് ചെയ്തിട്ട് ഇപ്പോൾ എന്താണ് കാര്യമുള്ളത്? ശരിക്കും കേരളത്തിൽ ആകെ എത്ര പാർട്ടികളാണ് മെയിനായിട്ടുള്ളത്? നമ്മുടെ ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന 2026 ഇപ്പോൾ അടുത്ത ലോക്സഭ നിയമസഭ ഇലക്ഷൻ വരുന്നുണ്ട്. ആകെ ഏതൊക്കെ പാർട്ടികളാണ് മത്സരരംഗത്തിനുള്ളത്? ആകെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF, LDF മാത്രമേ ഉള്ളൂ. എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത്? ഒരു സ്ട്രോങ് ജനാധിപത്യ രാജ്യം അല്ലെങ്കിൽ ജനാധിപത്യം നടപ്പിലാക്കണമെങ്കിൽ ഓപ്പോസിഷൻസും ഉണ്ടാകണം, അതേപോലെ തന്നെ അല്ലാതെ ഭരിക്കുന്നവരും ഉണ്ടാകണം. ഈ ഓപ്പോസിഷനുകളുടെ പെർസെൻറ്റേജും ഭരിക്കുന്നവരുടെ പെർസെൻറ്റേജും തമ്മിൽ അധിക ഡിഫറൻസ് ഉണ്ടാകാനും പാടില്ല. എന്നാൽ മാത്രമേ ജനാധിപത്യം അതിൻ്റേതായിട്ട് രീതിയിൽ നടക്കുകയുള്ളൂ. അതായത് 90% ഭരിക്കുന്നവർക്ക് അനുകൂലമാണെങ്കിലും പിന്നെ 10% ഓപ്പോസിഷൻ വരുള്ളൂ. അതിലൊരു ജനാധിപത്യം, ഒരു ഹെൽത്തി ജനാധിപത്യം അല്ല അപ്പോൾ അവിടെ പോകുന്നത്. ഒരു 60%, 40% മാത്രമേ ഒരു മൈനോറിറ്റി തമ്മിലുണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം കൃത്യമായിട്ട് പോവുള്ളൂ. അപ്പം ഇവരെ പോലുള്ളൊരു സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്താണ് ഇതിനെ മാത്രം ചൂസ് ചെയ്യാനുള്ളത്? ഇവർക്കിപ്പോൾ ആര് ഭരിച്ചാലും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇവരിപ്പം അമേരിക്കയിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ട് പോകേണ്ട അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇവർക്ക് ലഭിക്കാനില്ല. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുവാണ്, നമ്മൾ അയാൾ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് തന്നെ. അങ്ങനെ എന്താ ഉള്ളത്? അപ്പം ബാക്കിയുള്ളവരും വിചാരിക്കുന്നില്ലേ? ബാക്കിയുള്ളവർ നല്ലതാണെന്ന് വിചാരിച്ചിട്ടല്ലേ പോകുന്നത്. അപ്പം ആക്ച്വലി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം ഒരു മജോറിറ്റിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇതിനെ എടുക്കുന്നു, അയാളെ ഭരിക്കുന്നു, അത്രയല്ലേ വരുന്നുള്ളൂ ശരിക്കും. അതായത് കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അധികം രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത ഒരാളൊക്കെ ആണെങ്കിൽ അവർ വോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം വരാനില്ല. അതുപോലെ തന്നെ 18 വയസ്സാകുമ്പം തൊട്ട് ഇപ്പം ഇന്ത്യയിലേക്ക് വോട്ടിംഗ് ഉണ്ട്. ഈ വോട്ട് ചെയ്യുന്നവർക്ക് എന്ത് അറിഞ്ഞിട്ടാണ് ഇവർ പോയി ശരിക്കും വോട്ട് ചെയ്യുന്നത്? ഈ 18 തൊട്ട് 25, 20, 30 വയസ്സ് വരെയുള്ളവരൊക്കെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ റീൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് വെച്ചിട്ടാണ് പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ അവർ പോയിട്ട് ന്യൂസ് ചാനൽ കണ്ടോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ആയിട്ട് മുഴുവൻ പൊളിറ്റിക്സിനെ അരച്ച് കലക്കി കുടിച്ചിട്ടല്ല ഏത് പാർട്ടിയാണ് നല്ലതെന്ന് തീരുമാനിക്കുന്നത്. ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം റീൽസോ അതോ ഇതോ കണ്ടിട്ടാണ് ഈ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു 50-60% ആൾക്കാരും രാഷ്ട്രീയപരമായിട്ട് യാതൊരു ബോധവുമില്ലാത്തവരാണ് വോട്ട് ചെയ്ത് ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നവർക്ക് ഒരു മിനിമം ഒരു സ്റ്റാൻഡേർഡ് വെക്കണം. 18 വയസ്സായെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾക്ക് ആര് നമ്മളെ ഭരിക്കുന്നത് നല്ലതെന്ന് തിരിച്ചറിയാൻ
ഒന്നും സാധിക്കില്ല. ഇന്ത്യയിലെ വോട്ടിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് ആദ്യം പോയിട്ട് വോട്ട് ചെയ്ത് ആൾക്കാരെ അധികാരത്തിൽ കയറ്റുന്നത്. അല്ലെങ്കിൽ അവർ കഴിഞ്ഞ വർഷം ചെയ്ത കാര്യങ്ങളെ വെച്ച് മുഴുവൻ ഡേറ്റ വെച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് അല്ലല്ലോ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. ഇവർക്ക് ചുമ്മാ തോന്നുന്നു വെച്ചിട്ടല്ലേ വോട്ട് ചെയ്യുന്നത്. വോട്ടിങ്ങിൻ്റെ മാനദണ്ഡം 18 വയസ്സിൽ നിന്ന് മാറ്റി അതിന് കൃത്യമായൊരു വോട്ട് ചെയ്യുന്നതിന് കൃത്യമായ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് മാത്രം വോട്ട് ചെയ്യുകയൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ വോട്ടിംഗ് കൊണ്ട് യഥാർത്ഥത്തിൽ പോയിന്നുള്ളൂ. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഹെൽത്ത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ 40% മെജോറിറ്റി, ഒരു 60% മജോറിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊന്നും ഈ കുട്ടിയൊന്നും വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ കുട്ടി 40% മൈനോറിറ്റി മറ്റേ ഓപ്പോസിഷൻ ആൾക്ക് വോട്ട് ചെയ്താലും 60% ആൾക്ക് വോട്ട് ചെയ്താലും ഈ കുട്ടിക്ക് അതിനകത്ത് സെയിമേ ഉള്ളൂ. എത്രയൊക്കെ പോയിട്ട് ഇവർ വോട്ട് ചെയ്ത് നമ്മളാണ് തീരുമാനിക്കുന്നത് ആര് നമ്മളെ ഭരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആകെ തീരുമാനിക്കപ്പെടാൻ 2 പാർട്ടിയല്ലേ ഉള്ളൂ. ഒന്നെങ്കിൽ പോയിട്ട് UDF വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പോയിട്ട് LDF വോട്ട് ചെയ്യുക. വേറെ ഏതെങ്കിലും സ്വതന്ത്രർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ല മാറ്റം വരുമോ? എന്തെങ്കിലും കാലത്ത് ഏതെങ്കിലും മാറ്റം അങ്ങനെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നു എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. ആകെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ LDF അല്ലെങ്കിൽ UDF. ഇപ്പം ഇവിടെ വയനാട്ടിലെ കേസിലാണ് ആ കുട്ടി പറയുന്നത്. അവിടെ എന്ത് പോയാലും ഇപ്പം രാഹുൽ ഗാന്ധി ജയിക്കുള്ളൂ. ആ കുട്ടി ഇപ്പം വലിയ കാര്യത്തിൽ പോയിട്ട് വോട്ട് ചെയ്തിട്ടൊന്നും ഒരു മാറ്റവും പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ ആ ഗേളിൻ്റെ റിയാക്ഷൻ ടോട്ടലി അക്സെപ്റ്റബിൾ ആണ്. യാതൊരു കുറ്റവും പറയാനില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ്.